നാശം. ഇവിടെ ആരും ഇല്ലേ? ഉണ്ടല്ലോ, ഞാനില്ലേ. എന്താ പോരെ? കൊള്ളാലോ മുതല്, മുട്ടേന്ന് വീഴുന്നില്ല. നിന്റെ അപ്പനും അമ്മയൊന്നും ഇവിടെ ഇല്ലേ? അമ്മേ, ദേ ബ്ലേഡ് വന്നിരിക്കുന്നു, സൂക്ഷിക്കണേ, മുറിയും. ഞാൻ കളിക്കാൻ പോവാ. നിൽക്കണ ചെറിയ വായി വലിയ വർത്താനം പറയും. പോട്ടെ ബാബുചേട്ടാ, അവൻ കുഞ്ഞല്ലേ. അല്ല, ബാബുചേട്ടൻ എന്താ ഇത്ര രാവിലെ? ചാക്കോച്ചി ഇവിടെ ഇല്ല, എറണാകുളം വരെ പോയതാ. നാളെ വരും. അത് പോട്ടെ, അവനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല, കടം വാങ്ങിയ കാശിന് പലിശ പോലും ഇല്ല. ചേട്ടൻ അറിയാലോ, ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലല്ലേ ബിസിനസ് പൊളിഞ്ഞത്. ഒരു അല്പ സാവകാശം വേണം. നിങ്ങളുടെ സമയം നല്ലതാ. അവറാത്തിന്റെ മോളായതുകൊണ്ടാണ് ഞാൻ ഒരു ഈടുമില്ലാതെ കടം തന്നത്. അപ്പനോട് ചോദിച്ചാ എത്ര വേണേലും കിട്ടുമല്ലോ മോളെ, പിന്നെ എന്താ? അതും ഇതും തമ്മില് കൂട്ടിക്കുഴക്കണ്ട. ചേട്ടന്റെ പൈസ പലിശ സഹിതം 2 മാസത്തിനുള്ളിൽ തന്നിരിക്കും. ഇത് വാക്കാം. ശരി, എങ്കിലിനി അവധിയില്ല. ലാസ്റ്റ് ചാൻസ്. ബാബുവേ, എന്താണ് ഇവിടെ? കണ്ടിട്ട് കുറെ ആയല്ലോ. അമ്മച്ചി, എന്റെ അവറാച്ച ഒന്നും പറയണ്ട. ചാക്കോച്ചെ തപ്പി ഇറങ്ങിയതാ. ഫുലൂസ് ഫുലൂസ്. മോളോട് ഞാൻ ഇപ്പൊ പറഞ്ഞതേ, അപ്പനോട് ചോദിച്ചാൽ എത്ര ലക്ഷം വേണേലും കിട്ടുമെന്ന്. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. ആയിക്കോട്ടെ ബാബു, പിന്നെ കാണാം. കാണണം. പപ്പ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിരിക്കുന്നു മോളെ. മോളെ ടോംസി, നീ എന്താ പപ്പായോട് ഒന്നും ചോദിക്കാത്തത്? നിനക്കും കൂടി അവകാശപ്പെട്ട സ്വത്തല്ലേ? എടി മേഴ്സി, എന്റെ മോളും മരുമോനും സത്യവിശ്വാസത്തിന് നിരക്കുന്നതല്ലേ ചെയ്യൂ. നമ്മുടേത് മദ്യം വിറ്റുണ്ടാക്കുന്ന കാശല്ലേ. വലുപ്പച്ചാ, ആ കുഞ്ഞൂട്ടാ, നീ എവിടെയായിരുന്നു? നീ അങ്ങ് വളർന്നു പോയല്ലോ. ഞാൻ കളിക്കാൻ പോയതാ. കുഞ്ഞുട്ടാ, നിനക്കൊരു കൂട്ടം വെലുമിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. വാ. പപ്പ, ചാക്കോച്ചി നല്ലവനാ. അവന്റെ കഷ്ടപ്പാടിനെ കളിയാക്കരുത്. എന്തൊക്കെയാണെങ്കിലും കർത്താവിന് നിരക്കാത്തത് ഞങ്ങൾ ചെയ്യില്ല. മോളെ, നീ ഇങ്ങ് വന്നേ, ഒരു കാര്യം പറയട്ടെ. പപ്പ നിന്നെ പഠിപ്പിച്ചതും കെട്ടിച്ചയച്ചതുമെല്ലാം ഈ കാശുകൊണ്ട് തന്നെയാണ്. അമ്മച്ചി, അറിയാഞ്ഞിട്ടല്ല. കർത്താവ് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും. ആഹാ, നിങ്ങളെപ്പോ എത്തി? ടോംസിയെ, നീ അവർക്ക് കുടിക്കാനൊന്നും കൊടുത്തില്ലേടി? ഞങ്ങളിപ്പം വന്നതേ ഉള്ളൂ. അല്ല, മോൻ ഇവിടെ ഉണ്ടായിരുന്നു? എടി, അവൻ ബ്ലേഡ് ബാബുവിനെ പേടിച്ച് ഓടിച്ചിരുന്നതാ. സൂക്ഷിക്കണം, അവനൊരു കില്ലർ കൊമേഡിയനാണ്. ആ, നിങ്ങൾ സംസാരിക്കാൻ, ഞാൻ പോയി കാപ്പി എടുക്കാം. അമ്മച്ചി,
എടാ കുഞ്ഞേട്ടാ വന്നേ. പപ്പായ്ക്ക് അറിയാമില്ല, ഈ നശിച്ച യുദ്ധം കാരണം ചരക്ക് കപ്പലുകൾ ഒന്നും നീങ്ങുന്നില്ല. ഉണ്ടായിരുന്ന ജോലി കളഞ്ഞ് ബിസിനസിന് ഇറങ്ങരുതെന്ന് ഞാനും മേഴ്സിയും എത്ര തവണ പറഞ്ഞതാ, കേട്ടില്ല. എടാ, ഈ ബിസിനസ് ഒന്നും എല്ലാവർക്കും പറഞ്ഞിട്ടുള്ള പണിയല്ല. ദേ രണ്ടുപേരും വന്നേ, കാപ്പി കുടിക്കാം. ചാക്കോച്ചി, അമ്മച്ചിയുടെ സ്പെഷ്യൽ ചക്ക വറുത്തതുണ്ട്, കഴിച്ചു നോക്കിയേ. അതെങ്ങനോ ഭർത്താവ് ചാകാൻ പോയാ കൂടെ ചാകുന്നവളാണ് നമ്മുടെ മോള്. മമ്മി, 10-60 ലക്ഷം രൂപയുടെ ചരക്കാണ് യുദ്ധം കാരണം കെട്ടിക്കിടക്കുന്നത്. അത് കടൽ കിടന്നാൽ 3 ഇരട്ടിയാണ് ലാഭം, അല്ലേ ടോംസി? അതെ, ഞങ്ങളുടെ കടവും തീരും, ബിസിനസ്സും ഓക്കെ ആവും. എന്നാലും എന്റെ മേഴ്സി, കടത്തിൽ മുങ്ങി നിൽക്കക്കളിയില്ലാഞ്ഞിട്ടും നമുക്കില്ലാത്ത ഈ ധൈര്യം ഇവൾക്ക് എങ്ങനെ കിട്ടി? അതാണ് കാര്യം. ചുമ്മാതാണോ എന്റെ ആങ്ങളക്കത്തനാര് ഇവൾക്ക് ടോംസി എന്ന് പേരിട്ടത്? തോമാസ് ലീഹായുടെ ധൈര്യമാണ് ഇവൾക്ക്. അതെ, കൂടെ നിൽക്കാനും ധൈര്യം തരാനും ഇവള് കഴിഞ്ഞേ ആരും ഉള്ളൂ. ഇവളാണ് എന്റെ ചങ്ക്. അമ്മച്ചി, കത്തനാരങ്ക് വെറുതെ ഇട്ട പേരല്ല, അറിഞ്ഞിട്ടതാണ്. ഓരോ വരവിലും തോമാസ് സ്ലീഹായുടെ പുസ്തകങ്ങളും അങ്കിൾ പറഞ്ഞു കേട്ട സ്ലീഹായുടെ വീരസാഹസിക കഥകളും കേട്ടാണ് ഈ ടോംസി വളർന്നത്. എടി മേഴ്സി, നീ ഒന്ന് ഇങ്ങോട്ട് മാറിക്കേ. അതെന്താടി ഞങ്ങളൊന്നും അറിയാത്ത തോമാസ് ലീഹായുടെ സാഹസിക കഥ? ബൈബിളൊക്കെ ഞാനും വായിച്ചിട്ടുണ്ട്. അല്ല പിന്നെ, ഇതൊക്കെ നിനക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതെ, പപ്പായും അമ്മച്ചിയും എന്റെ കെട്ടിയോനും ഒക്കെ ബൈബിൾ വായിച്ചിട്ടുണ്ട്. എഴുതാനും വായിക്കാനും അറിയാവുന്ന ഏതൊരാൾക്കും ബൈബിൾ വായിക്കാം. പക്ഷേ അക്ഷരങ്ങളിലൂടെ വരച്ചു വെച്ചിരിക്കുന്ന ചിത്രത്തെക്കാൾ എത്രയോ ഉദാത്തമാണ് തോമാസ് ലീഹ എന്ന സത്യം. അതാണ് ഈ ടോംസിയുടെ ധൈര്യം. അമ്മേ, അമ്മ വയറിലാണ്. അപ്പോ ഇതാണല്ലേ ഈ തോമ വൈബ്? എടാ കുഞ്ഞുട്ടാ, അതാണ്. സെന്റ് സേവിയേഴ്സ് കൾച്ചറൽ അക്കാദമി അവതരിപ്പിക്കുന്നു ദീദിമോസ് എന്ന തോമ. ഈശോ സനു സിബി, തോമ ലാൽജി കോലേട്ട്, മറിയം സിനി പ്രിൻസ്, മദന ആശ ഷിനോയ്, സലോമി സൂസൻ വടക്കേ, പത്രോസ് ലാലിച്ചൻ തെളിയിൽ, അന്ത്രയോസ് സണ്ണി ജോസഫ്, യാക്കോബ് പ്രഭ തോമസ്, യോഹനാൻ ഷാജി ലായിക്കൽ, ഷിമയൻ ജോൺസൺ തോപ്പിൽ, ടോംസി നിജോ ജോൺ, ചാക്കോച്ചി സിബിച്ചൻ തോപ്പിൽ, മേഴ്സി സ്വപ്ന വർഗീസ്, അവറാച്ചൻ ജിമ്മിച്ചൻ പറമ്പത്ത്, കുഞ്ഞുട്ടൻ ജുവാൻ സിജു. സെന്റ് സേവിയേഴ്സ് ഫൊറോന ചർച്ച്. സംവിധാനം റിജു പുൽക്കോട്. അവതരണം സെന്റ് സേവിയേഴ്സ് കൾച്ചറൽ അക്കാദമി. നാടകം തുടരുന്നു. പ്രിയരെ, നമുക്ക് വീണ്ടും യൂദയായിലേക്ക് പോകാം. ഗുരു, യഹൂദർ ഇപ്പോൾ തന്നെ നിന്നെ കല്ലെറിയാൻ അന്വേഷിക്കുകയാണ്. എന്നിട്ടും അങ്ങോട്ട് പോവുകയാണ്. പകലിന് 12 മണിക്കൂറില്ലേ? പകൽ നടക്കുന്നവൻ കാൽ തട്ടി വീഴുന്നില്ല. ഈ ലോകത്തിന്റെ പ്രകാശം അവൻ കാണും. രാത്രി നടക്കുന്നവൻ കാൽ തട്ടി വീഴും. കാരണം അവന് പ്രകാശമില്ല. ഇപ്പോൾ നിങ്ങൾ വിശ്രമിക്കുക. ഞാൻ അമ്മയെ കണ്ട് മടങ്ങി വരാം.
ഇപ്പോൾ യൂദയായിലേക്ക് യേശു പോകുന്നത് അപകടമാണ്. യഹൂദ വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുന്ന കാര്യങ്ങളാണ് അവൻ ജനങ്ങളെ പഠിപ്പിക്കുന്നതെന്ന് അവരുടെ ഇടയിൽ ചർച്ചയായിരിക്കുന്നു. യോഹന്നാൻ, ഇസ്രായേലിനെ രക്ഷിക്കാനുള്ളവൻ യേശു തന്നെയാണോ? യഹൂദ ജനത്തെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാൻ യേശു റോമാക്കാരെ വെല്ലുവിളിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. യഹൂദരിൽ നിയമജ്ഞരും ഫരിസായരും പോലും യേശുവിനെയും അവന്റെ പ്രബോധനങ്ങളെയും അംഗീകരിക്കുന്നില്ല. 2-3 വർഷമായി എല്ലാം ഉപേക്ഷിച്ച് അവന്റെ കൂടെ ഇറങ്ങി തിരിച്ചു. മിശിഹ വരുമ്പോൾ എന്ത് വില കൊടുത്തു അവൻ ദാവീദിന്റെ സിംഹാസനം തിരിച്ചു പിടിക്കില്ലേ? അല്ല, അതല്ലേ കൂട്ടരെ അതിന്റെ ശരി? ശിമയോൻ, നിങ്ങൾ ഇപ്പോഴും ആ പഴയ തീവ്രവാദ ചിന്തകൾ കളഞ്ഞിട്ടില്ല അല്ലേ? യേശുവിനെ ഒരു വിപ്ലവകാരിയാക്കാനാണോ ശ്രമം? മഗ്ദലന, ദേഷ്യം വേണ്ട. 2-3 വർഷമല്ലേ ആയിട്ടുള്ളൂ ഇവരെല്ലാം യേശുവിനെ കാണാൻ തുടങ്ങിയിട്ട്. തോമ, നിങ്ങളെന്നാ ഇരട്ട പ്രധാനമാണ് അല്ല പിന്നെ? കൊള്ളാം, കളിയാക്കണ്ട. ഇരട്ട പിറന്നവരല്ല, പക്ഷേ ചെറുപ്പം മുതലേ എനിക്ക് യേശുവിനെ അടുത്തറിയാം. അവന്റെ പിതാവ് ഔസേപ്പിന്റെ പണിശാലയിലാണ് ഞാനും ആശാരിപ്പണി പഠിച്ചത്. പക്ഷേ തോമ, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്തൊക്കെയോ സാമ്യമുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇരട്ടകളെ പോലെയാണ്. എന്താ, ശരിയല്ലേ? തോമ പറഞ്ഞത് ശരിയാണ്. 2-3 വർഷമായി നമ്മൾ അവന്റെ കൂടെ കൂടിയിട്ട് ചില സമയങ്ങളിൽ അവൻ റോമൻ നിയമങ്ങളെ വെല്ലുവിളിക്കും, മറ്റു ചിലപ്പോൾ യഹൂദ നിയമങ്ങളെ. അന്ത്രയോസ്, നിങ്ങൾ പറയുന്നത് ശരിയാണ്. പക്ഷേ യേശു വെല്ലുവിളിക്കുന്നത് മനുഷ്യനെ വിലമതിക്കാത്ത നിയമങ്ങളെയാണ്. യോഹന്നാൻ, നിങ്ങളല്ലേ ഇത് എപ്പോഴും പറയുന്നത്? അതേ കൂട്ടരെ, അവൻ വെറും മിശിഹ അല്ല, റോമക്കാരെ വെല്ലുവിളിക്കാൻ വന്നവനുമല്ല. അവൻ അതിനുപരിയാണ്. യോഹന്നാൻ, അപ്പോൾ നിങ്ങൾ യേശുവിനെ ദൈവമായിട്ടാണോ കാണുന്നത്? അതല്ലേ നിങ്ങൾ പറഞ്ഞു വരുന്നത്? ഈ തോന്നൽ യഹൂദരിൽ പലർക്കുമുണ്ട്. അതുകൊണ്ടാണ് ബഥാനിയക്കാർ യേശുവിനെ കല്ലെറിയാൻ പദ്ധതിയിട്ടിരിക്കുന്നത്. അത് സത്യവുമാണ്. തെളിച്ചു പറയൂ, യേശുവിനെ കല്ലെറിയാനോ? അന്ത്രയോസ്, എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? അല്ല, ഗുരുവിന് ഇതറിയില്ലേ? നിങ്ങൾ പറഞ്ഞില്ലേ? കൂട്ടരെ, നിങ്ങൾക്കിനിയും അവനെ മനസ്സിലായില്ലേ? മരണഭയം അവന് തെല്ലുമില്ല. കാരണം അവൻ വെറും മനുഷ്യനാണ്. എനിക്കുറപ്പുണ്ട്. ശരിയായിരിക്കും. അവന് മരണഭയമില്ല. പക്ഷേ കല്ലേറുകൊണ്ട് കൂടെ ചാവാൻ ഞാനില്ല. ശരിയാ, യൂദയായിലേക്ക് ഗുരു പോകുന്നത് എങ്ങനെയും നമുക്ക് തടയണം. പത്രോസ്, നിങ്ങളല്ലേ തലവൻ, എന്നിട്ടെന്താ ഒന്നും പറയാത്തത്? ശരിയാണ് പത്രോസ്, നിങ്ങളാണ് അത് ചെയ്യേണ്ടത്. യേശു അവിടേക്ക് പോകാൻ പാടില്ല. കഷ്ടം. നിങ്ങളെല്ലാവരും എന്തിനെയാണ് ഭയക്കുന്നത്? ഭീരുക്കൾ പലതവണ മരിക്കുന്നു. നിങ്ങൾ ഭീരുക്കളാണ്. തോമ, നീ എന്താണ് പറഞ്ഞു വരുന്നത്? ബഥാനിയക്കാരുടെ സ്വഭാവം നമുക്കറിയാമല്ലോ. അവർ നമ്മളെയും കല്ലെറിയും. ഏത് പ്രതിസന്ധിയിലും ഗുരു നമുക്കൊപ്പം ഉണ്ടായിരുന്നു. നമ്മൾ തനിച്ചായിരുന്നില്ല. എന്തു വന്നാലും ഈ അവസ്ഥയിൽ നമ്മൾ അവന്റെ കൂടെ നിൽക്കണം. ആർക്ക് വന്ന
വന്നാലും ഇല്ലെങ്കിലും ഞാൻ അവന്റെ കൂടെ പോകും, മരിക്കാനും തയ്യാർ. ഞാനും ഉണ്ട്. ഒരിക്കൽ മരണത്തെ മുന്നിൽ കണ്ടവളാണ് ഞാൻ. അന്ന് കൂർത്ത കല്ലുകൾക്കിടയിൽ നിന്നും എന്നെ രക്ഷിച്ചത് യേശുവാണ്. മേലിൽ പാപം ചെയ്യരുത്, പൊയ്ക്കൊള്ളുക. എന്റെ ഗുരു. അതെ, തോമ പറഞ്ഞതുപോലെ നമുക്കും പോകാം. നമുക്കും അവരോടൊപ്പം പോയി മരിക്കാം. കൊള്ളാലോ നമ്മുടെ തോമസ് ലീഗ, ഇത്രയും ധൈര്യമുള്ള, തീഷ്ണതയുള്ള, ഈശോയെ അടുത്തറിഞ്ഞ വേറെ ആരുണ്ട്? അതാണ് ചയ. ആ ധൈര്യമാണ് മാർത്തോമാ നസ്രാണികൾക്ക് പാരമ്പര്യമായി കിട്ടിയത്. ആ തീഷ്ണതയാണ് നമ്മുടെ ക്രൈസ്തവ കൂട്ടായ്മയുടെ, പ്രത്യേകിച്ച് സീറോ മലബാർ സമുദായത്തിന്റെ ഐഡന്റിറ്റി. ശരി അമ്മേ, ചന്ദ്രനിൽ പോയാലും ഒരു മലയാളി കാണും. അതുപോലെയാ ലോകത്ത് എവിടെ പോയാലും ഒരു മാർത്തോമാ ക്രിസ്ത്യാനി കാണും. കുഞ്ഞുട്ട, നമ്മുടെ കാർന്നവന്മാര് കുടിയേറ്റം നടത്തി കാട് വീടാക്കിയതുപോലെ ഇന്നത്തെ തലമുറ ലോകം മുഴുവൻ കുടിയേറുന്നത്. അത് തന്നെ ഒരു സുവിശേഷവൽക്കരണമാണ്. ഇതൊക്കെ സമ്മതിച്ചു. എന്നാലും അവിശ്വാസി, സംശയാലു എന്നൊക്കെ തോമാസ്ലിഹായ്ക്ക് വിളിപ്പേരുണ്ട്. കുരിശിൻ ചുവട്ടിലും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായപ്പോഴും തോമാസ്ലിഹായെ കാണാത്തത് ഇപ്പോഴും ഉത്തരമില്ലാത്ത ചോദ്യമല്ലേ? പപ്പ, ഞാൻ കഥ മുഴുവൻ പറഞ്ഞില്ലല്ലോ. ഇനിയാണ് ക്ലൈമാക്സ്. പറയട്ടെ, എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കണം. യേശുവിന്റെ കുരിശിനരികിൽ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലെയോപ്പാസിന്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും ശിഷ്യന്മാരിൽ യോഹന്നാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കും അവനോടൊപ്പം പോയി മരിക്കാമെന്ന് പറഞ്ഞ തോമ പോലും അവന്റെ മരണസമയത്ത് കൂടെയില്ലായിരുന്നു. അനന്തരം അവർ അവന്റെ ശരീരം അരിമത്യാക്കാരൻ ജോസഫിന്റെ സഹായത്തോടെ കുരിശിൽ നിന്നും ഇറക്കി കച്ചയിൽ പൊതിഞ്ഞു കിടത്തി. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. അവൻ ദൈവമായിരുന്നില്ലേ? അവൻ മരിക്കില്ല. ഞാനിത് വിശ്വസിക്കില്ല. എന്റെ കർത്താവിനെ തറച്ചു കൊന്ന കുരിശ്. വയ്യ, എനിക്കിത് വിശ്വസിക്കാനാവില്ല. ആരെന്ന് വന്നാലും ഇല്ലെങ്കിൽ
സ്വയം? ഞാനാ? ഈ തോമയാണത് പറഞ്ഞത്. ധൈര്യശാലിയായ തോമ, ദീദിമോസ്. എന്നിട്ട് കർത്താവ് കുരിശിൽ മരിച്ചപ്പോൾ ഞാൻ ഓടി വിളിച്ചു. ഭീരുവാണ് ഞാൻ, പറഞ്ഞ വാക്ക് പാലിക്കും. കുരിശിൽ കിടന്ന് പിടഞ്ഞപ്പോൾ യേശു ചുറ്റും നോക്കി കാണില്ലേ? ഊണിലും ഉറക്കത്തിലും കൂടെ കൊണ്ടു നടന്നു 12 പേരെയും അവന്റെ കരുണയുള്ള കണ്ണുകൾ തിരഞ്ഞു കാണില്ലേ? ഇല്ലേ? കൂട്ടത്തിൽ ഏറ്റവും ഇളയവനായ യോഹന്നാനെ മാത്രം കുരിശിൻ ചുവട്ടിൽ കണ്ടപ്പോൾ അവൻ ചങ്കുപൊട്ടിയാവും വലിച്ചു. മരണസമയത്ത് അവനോടൊപ്പം നിൽക്കാൻ പോലും കഴിയാത്ത മഹാപാപിയാണ് ഞാൻ, ഭീരുവാണ്. എഴുന്നേൽക്കൂ. തോമ, നിങ്ങൾ എവിടെയായിരുന്നു? ബാക്കിയുള്ളവരൊക്കെ എവിടെ? ഇപ്പോഴെങ്കിലും വന്നല്ലോ. ഗുരു നിങ്ങളെയൊക്കെ ഇത്രമാത്രം സ്നേഹിച്ചതാണ്. ഇനിയും ചോദ്യങ്ങൾ താങ്ങാൻ എനിക്കാവും. എനിക്ക് എന്നോട് തന്നെ വെറുപ്പാണ്. ദീദിമോസ് എന്ന പേരിന് ഞാൻ ഇനി അർഹനല്ല. മകനെ, അവനിതെല്ലാം സഹിക്കേണ്ടതാണെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഈ സഹനരാത്രിയും കടന്നു പോകും. വിശ്വാസം മുറുകെ പിടിക്കണം. അവന്റെ മരണം ഒന്നിന്റെയും അവസാനമല്ല, അത് പലതിന്റെയും തുടക്കമാണ്. കുരിശിലെ ഗുരുവിന്റെ മരണം ദർശിച്ചവർക്ക് ഇനി മരണഭയമില്ല. യോഹന്നാൻ, പെസഹ രാത്രി നിങ്ങളോടൊപ്പം പത്രോസ് ഉണ്ടായിരുന്നില്ലേ? അതെ, 3 വട്ടം യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസ് കടലഭാഗത്താൽ മനംനൊന്ത് കരഞ്ഞുകൊണ്ട് ഇരുട്ടിലേക്ക് ഓടി മറയുന്നത് ഞാൻ കണ്ടു. മക്കളെ, നമുക്ക് പോകാം. ഈശോ ഇല്ലാത്ത കാൽവരി ഈ രാത്രിയും ഭീകരമാണ്. നമുക്ക് അവന്റെ ഓർമ്മകളിൽ നിന്ന് സിയോൻ ശാലയിലേക്ക് പോകാം. അമ്മേ, നിങ്ങൾ പോയിക്കോളൂ. പത്രോസിനെയും ബാക്കിയുള്ള സ്ത്രീകന്മാരിൽ അവസാനത്തെ ആളെയും കൂട്ടിക്കൊണ്ട് ഈ തോമ ഇനി അമ്മയുടെ മുന്നിൽ പോയി. ഈ രാത്രി മുതലിന് മുൻപേ ഞങ്ങൾ 12 പേരും സെഹിയോൻ ശാലയിൽ അമ്മയോടൊപ്പം ഉണ്ടാവും. തീർച്ചയായും. യേശുവിന്റെ മരണസമയത്ത് കുരിശിൻ ചുവട്ടിൽ 12 സ്ലീഹന്മാരിൽ യോഹന്നാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നത് എന്നും ഒരു നോവിക്കുന്ന ഓർമ്മയാണ്. ദുഃഖവെള്ളിയുടെ ആ രാത്രി ഗത്സമനിയേക്കാൾ ഭീതിതവും ഹൃദയഭേദവുമായിരുന്നു. പെസഹ രാത്രിയിൽ അവനെ തനിച്ചാക്കി ഓടിപ്പോയ ശിഷ്യന്മാർ പിന്നീട് കാണുന്നത്
സിഹിയോൻ ശാലയിലാണ്. തോമ, നീ എവിടെയായിരുന്നു? ഇവിടെ നടന്നതൊക്കെ നീ അറിഞ്ഞോ? കാൽവരിയിൽ നിന്ന് എല്ലാവരെയും തിരിഞ്ഞു പോയിട്ട് എന്താണ് സംഭവിച്ചത്? പറയൂ. ഞാൻ വീണ്ടും തോറ്റുപോയി. തോമ, ആരൊക്കെ ഉപേക്ഷിച്ചാലും അവനെ ഉപേക്ഷിക്കില്ലെന്ന് പറഞ്ഞിട്ട് 3 വട്ടം അവനെ തള്ളി പറഞ്ഞില്ലേ ഞാനും. മക്കളെ, ഈ വീഴ്ചകൾ തികച്ചും മാനുഷികമാണ്. എന്നാൽ വീണ്ടും എഴുന്നേൽക്കുന്നവരെ അവൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല. അമ്മേ, 12 പേരെയും സെഹിയോൻ ശാലയിൽ കൂട്ടിക്കൊണ്ടുവരാൻ പോയ എനിക്ക് അത് സാധിച്ചില്ലല്ലോ. എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ചിലർ പുറത്തേക്ക് പോയി. പിന്നെ ആ ഒറ്റകാരൻ യൂദാസ്, അവനിനി തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല. അതെ, അവൻ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. എന്താ തോമ, അവൻ തിരിച്ചു വരില്ലേ? പറയൂ. ഗുരുവിനെ തള്ളി പറഞ്ഞ ഞാൻ തിരികെ വന്നില്ലേ, പിന്നെന്താ? തോമ, നീ അവനോട് പറഞ്ഞില്ലേ യേശു കുരിശിൽ മരിച്ചത് അവനും കൂടി വേണ്ടിയാണെന്ന്? ഇല്ല, എനിക്ക് പറയാൻ പറ്റി. അതിനു മുമ്പേ അവൻ എങ്ങോട്ട് പോയി? ഒന്ന് തെളിച്ചു പറയൂ തോമ. കുറ്റബോധത്തിൽ നീറി സ്വയം പഴിച്ച് വെള്ളിക്കാശ് ദൂരേക്ക് വലിച്ചത് അവൻ കുന്നിൻ മുകളിൽ കെട്ടിച്ചടന്ന് ചത്തു. അവൻ എന്തിനീ കടുങ്കൈ ചെയ്തു? തിരികെ വന്നാൽ അവനെയും യേശു സ്വീകരിക്കുമായിരുന്നു. ഗുരുവിന് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. എത്ര കൂടെ നടന്നാലും അവന്റെ തുടിക്കുന്ന ഹൃദയം നാം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ എല്ലാം നഷ്ടമായെന്നേ തോന്നൂ. തോമ, നിങ്ങൾ അവിടെ പോയോ? ചെയ്തത് പൊറുക്കുവാനാവാത്ത തെറ്റാണ്. എങ്കിലും യൂദാസ് നമ്മിൽ ഒരുവനായിരുന്നു. ഈ സെഹിയോൻ ശാലയിൽ ഗുരുവിനൊപ്പം പുതിയ പെസഹായി അവനും നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അവന്റെ ചേതനയേറ്റ ശരീരം അനാഥമായി കിടക്കുന്നത് കണ്ടിട്ട് പോരാൻ തോന്നി. തോമ, നീ ചെയ്തത് ശരിയാണ്. കുരിശിൽ തറച്ചവരോട് പോലും ക്ഷമിച്ച നമ്മുടെ ഗുരുവിന്റെ ഇരട്ടയാണ് നീ. അല്ല, ഇവിടെ എന്താണ് സംഭവിച്ചത്? പറയൂ. നിങ്ങൾ ആരും യേശുവിന്റെ കല്ലറയിൽ പോയില്ലേ? തോമ, ഞങ്ങൾ പോയി. പക്ഷേ യേശുവിന്റെ ശരീരം അവിടെ ഇല്ലായിരുന്നു. എന്ത്? യേശുവിന്റെ ശരീരത്തിന് റോമാക്കാർ കാവൽ ഏർപ്പെടുത്തിയിരുന്നല്ലോ. തോമ, നമ്മുടെ ഗുരു ഉദ്ധാനം ചെയ്തു. ഞാനും യോഹന്നാനും അവന്റെ കല്ലറയിൽ പോയിരുന്നു. അവൻ
ഇവിടെയും പ്രത്യക്ഷപ്പെട്ടു. അവന്റെ ശരീരം മഹത്വപ്പെട്ടു. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ കണ്ടത് യേശുവിനെ തന്നെയാണോ? അവന്റെ കൈകളിലും കാലുകളിലും മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു. വിരാവിലെ മുറിവ് മുടങ്ങിയിരുന്നു. ഇനി പറയൂ, യേശു തന്നെയായിരുന്നു അത്? മകനെ, നിന്റെ തളർന്ന മനസ്സിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവനെ കാണുമ്പോൾ കിട്ടും. നീ യേശുവിനെ കാണും വരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. അവൻ വരും. കല്ലറയെങ്കിൽ തനിച്ച് ചങ്കു പൊട്ടുന്ന വേദന കടിച്ചിറക്കി ഞാൻ കരഞ്ഞു. അപ്പോൾ തോട്ടക്കാരന്റെ രൂപത്തിൽ യേശു പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് എന്റെ പേര് വിളിച്ചു, മറിയമെന്ന്. തോമ, നീ ആഗ്രഹിച്ചാൽ ഉറപ്പായും അവൻ വീണ്ടും പ്രത്യക്ഷപ്പെടും. വിശ്വസിക്കൂ. അതെ, ഇനി എന്റെ ഗുരുവിനെ കാണാതെ എന്റെ കണ്ണുകൾക്ക് ഉറക്കം, എന്റെ അധരങ്ങൾക്ക് വിശ്രമമില്ല. സദാ പ്രാർത്ഥനയോടെ ഞാൻ കാത്തിരിക്കും. അവന്റെ മുറിവിൽ തൊട്ട് എനിക്ക് മാപ്പ് ചുറ്റും. അവന്റെ വിരാവിലെ മുറിവിൽ ചാരി എന്റെ സങ്കടം പറയും. അവനാണ് എന്റെ വഴിയും സത്യവും ജീവനും. നിങ്ങൾക്ക് സമാധാനം. തോമ, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക. എന്റെ കൈകൾ കാണുക. നിന്റെ കൈ നീട്ടി എന്റെ പാർശ്വത്തിൽ വെക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, സഹൃദയരെ, വിശുദ്ധ ഗ്രന്ഥത്തിലെ ധൈര്യശാലിയായി വാശിയോടെ കാത്തിരിക്കുന്ന തോമാശ്ലീഹ നമ്മുടെ ജീവിതത്തിലെ ദീദിമോസാണ്. പ്രതിസന്ധികളിൽ മരിക്കും വരെ കൂടെ ഉണ്ടാവാനും സഹജീവികളുടെ ദുരിതത്തിൽ താങ്ങാവാനും തോമായെ ദീദിമോസാക്കിയ യേശുനാഥനെ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറയുവാൻ നമുക്കും കഴിയണം. മാർത്തോമ ക്രിസ്ത്യാനി ആയതിൽ അഭിമാനിക്കാം. ധീരനാം തോമായുടെ പൈതൃകം പിന്തുടരുന്ന ദീദിമോസാകാം. ദീദിമോസ് എന്ന തോമ.